إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അല്ലാഹുവുമായിട്ട് അടുക്കാനും അവര് ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാനും അല്ലാഹുവിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കാനും നൽകുന്ന അവസരമാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ മദീനയിലെ പള്ളിയിൽ സഹാബാക്കളുടെ മുന്നിൽ ഇതേപോലെ എഴുന്നേറ്റ് നിന്നു മിമ്പറിൽ. എന്നിട്ട് പരിശുദ്ധ റമദാനിന്റെ വരവ് പറഞ്ഞ് സന്തോഷം അറിയിച്ചു. കാരണം സത്യവിശ്വാസികൾക്ക് അല്ലാഹു അവർക്ക് നൽകുന്ന അവസരങ്ങൾ സന്തോഷത്തിന് വകയുള്ളതാണ്. സന്തോഷിക്കണം, അത് അവരുടെ ഈമാന്റെ ഭാഗമാണ്. റമദാനിന്റെ വരവിൽ മാനസികമായിട്ട് പ്രത്യേകമായ ഒരു അവസ്ഥ വ്യത്യാസങ്ങളൊന്നും ഒരടിമക്കില്ലെങ്കിൽ അത് അയാളുടെ ഈമാനിന്റെ ബലഹീനതയാണ്. അയാളുടെ കൽബിന് പാപങ്ങളെ കൊണ്ടുള്ള കറകൾ പിടിച്ച് കഠിനമായിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. അല്ലാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തുകളും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹുകൾ റമദാനിന്റെ 6 മാസം മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തു റമദാനിൽ എത്തിക്കാൻ. റമദാനിന് ശേഷമുള്ള 6 മാസം അവരുടെ ദുആ അവർക്ക് ലഭിച്ച ആ മാസം അവരിൽ നിന്ന് ഖബൂലാവാൻ. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹ് അൽ-ബറാസി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മല്ലം യഅരിഫ് സവാബൽ അഅമാൽ, ഒരു അടിമ ചെയ്യുന്ന അമലിന്റെ സവാബ് എന്താ, അതിന്റെ കൂലി എന്താ,
എന്താണ് എന്റെ റബ്ബ് ആ അമലിലൂടെ എനിക്ക് വഅദ ചെയ്തിട്ടുള്ളത് എന്നറിയുന്നില്ലെങ്കിൽ ആ അമൽ ചെയ്യുന്നത് അടിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമുള്ള സംഗതിയായിരിക്കും. കാരണം അവന് എന്താ കൂലി എന്നറിയില്ല. ഈ അമല് ഞാൻ ചെയ്താൽ എന്റെ റബ്ബ് എനിക്ക് എന്താ തരാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒരു ബോധമില്ല. അതുകൊണ്ട് ചെയ്യാൻ ഒരു രസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ അമല് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അതിനെ ഏറ്റവും മനോഹരമായ രീതി, അതിന്റെ പരിപൂർണ അവസ്ഥയിൽ അവന് പൂർത്തിയാക്കാൻ അവൻ നടക്കണൂല. കാരണം എന്താ കിട്ടാൻ പോലും അറിയില്ല. സലഫുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഒരുങ്ങുകയായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കുറച്ച് ബഹളം, ചർച്ചയാണ് സഹാബത്തിനിടയിൽ. ചർച്ചയുടെ കാരണം ഒരു സഹാബി കണ്ട ഒരു സ്വപ്നമാണ്. അവരുടെ രണ്ട് ചങ്ങാതിമാർ, അവർക്കെല്ലാം അറിയാവുന്ന രണ്ട് ചങ്ങാതിമാർ. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ ആവേശം കാണിച്ച സഹാബിയാണ്. ഒരുപാട് ഇബാദത്തുകൾ ആവേശത്തോടെ ചെയ്ത സഹാബിയാണ്. അയാൾ മരണപ്പെട്ടു, ഷഹീദായി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ അയാളുടെ നിഴല് പോലെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചങ്ങാതി ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ കിടന്ന് മരണപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അന്ന് രാത്രിയിൽ സ്വപ്നം കണ്ടു. ഈ രണ്ട് ചങ്ങാതിമാരിൽ രണ്ടാമത് മരിച്ച വീട്ടിൽ കിടന്ന് മരണപ്പെട്ട സ്വഹാബി നേരത്തെ സ്വർഗത്തിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് ആ ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത്. ഇത് അവരുടെ മനസ്സിന് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. അതാണ് ചർച്ച പള്ളിയിൽ. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് സംശയം? നിങ്ങൾ ഏത് വിഷയത്തിലാണ് അത്ഭുതപ്പെടുന്നത്? ഫഖാലു, അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കാന അശദ്ദുർ റജുലൈൻ ഇജ്തിഹാദൻ സുമ്മ ഇജ്തുഹിദ്. അല്ലാഹുവിന്റെ റസൂലേ, ആ മനുഷ്യൻ അമലുകൾ ചെയ്യാൻ ഭയങ്കരമായി അധ്വാനിച്ച ഒരാളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചങ്ങാതി അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് അമലേ ഉള്ളൂ, വീട്ടിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത്. പക്ഷേ ഈ രണ്ടാമത് മരിച്ച ആള് പിന്നെങ്ങനെ ആ ഷഹീദിനേക്കാളും മുമ്പ് സ്വർഗത്തിലെത്തിയത്? കാരണം ഷഹാദത്ത് സഹാബകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ അമലായി കാണുന്ന ഒരു ഇബാദത്താണ്. അവിടെ ഈ സംശയം വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന? ഈ രണ്ടാമത് മരണപ്പെട്ട അയാളുടെ ചങ്ങാതി ആദ്യത്തെ ആൾ ഷഹീദായതിനു ശേഷം ഒരു വർഷം കൂടുതൽ ദുനിയാവിൽ ജീവിച്ചാണല്ലേ? ഖാലൂ നഅം, അതേ റസൂലേ, ഒരു കൊല്ലം കഴിഞ്ഞ രണ്ടാമത്തെ ആൾ മരണപ്പെട്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅദ്റക റമദാന ഫസാം. എങ്കിൽ ആ രണ്ടാമത് മരണപ്പെട്ട ആൾക്ക് ഒരു വർഷം കൂടി റമദാൻ കിട്ടിയിട്ടില്ലേ? നേരത്തെ മരിച്ച ആൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം. അയാൾ ആ മാസം നോമ്പെടുത്തില്ലേ? ആ മാസം പ്രത്യേകിച്ചുള്ള അമലുകൾ ചെയ്തില്ലേ? അതേ നബിയെ, എങ്കിൽ അതാണ് അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പോകാനുള്ള കാരണം. എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമാ ബൈനഹുമാ, ഈ രണ്ട് ചങ്ങാതിമാർക്കിടയിലുള്ള ദൂരം, ആദ്യം സ്വർഗത്തിൽ പോയ ആളുടെയും രണ്ടാമത് പോയ ഷഹീദിന്റെയും ഇടയിലുള്ള ദൂരം, അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെയാണ്. ഒരു റമദാൻ അധികം കിട്ടിയതിന്റെ കൂലിയാണ് ആ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2025 റമദാൻ കഴിഞ്ഞു. അതൊക്കെ സ്വീകരിക്കപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം അല്ലാഹുവിന് മാത്രമേ അറിയൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഇന്നൽ മുഅ്മിന ബൈന മഖാഫതൈൻ, ഒരു സത്യവിശ്വാസി രണ്ട് പേടികൾക്കിടയിലാണ്. യൗമുൻ ഖദ് മതാ, ഒന്നാമത്തെ ഭയം കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് ഓർത്താൽ, ലാ യദ്രി മല്ലാഹു സാനിഉ ബി, അത് അല്ലാഹു എന്താ ചെയ്യാൻ അറിയില്ല. സ്വീകരിക്കോ
ആ നോമ്പെല്ലാം നോമ്പായിട്ടുണ്ടോ? ആ ദിവസങ്ങളൊക്കെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ടോ? തറാവീഹ് നിസ്കാരം, ഖിയാമുൽ ലൈൽ, നമ്മൾ ചെയ്ത സദഖ, നമ്മളെടുത്ത നോമ്പ്, ഇതൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് പോരായ്മകളില്ലാതെ അവൻ തൃപ്തിപ്പെട്ട രീതിയിലായി അവൻ കബൂൽ ചെയ്തിട്ടുണ്ടോ? ആ പേടിയിലായിരിക്കും വിശ്വാസി. വയൗമുൻ ഖദ് ബഖി, വയൗമുൻ ഖദ് ബഖി, ഇനി ബാക്കിയുള്ള ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മ അതെത്രയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക? ചിലപ്പോ മിനിറ്റുകളാവാം, അല്ലെങ്കിൽ ആഴ്ചകളാവാം, അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിന്റെ വാതിൽ തുറക്കപ്പെടുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പാവാം. ലാ യദ്രി അല്ലാഹു ഖാദിൻ ബി, ആ ദിവസങ്ങളിൽ അല്ലാഹു എന്താ തീരുമാനിച്ചു വെച്ചത് എന്നൊരു പിടുത്തമില്ല. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഈ മിമ്പറിന്റെ മുകളിൽ ഖുതുബ നടത്തുമ്പോ, നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സെക്കൻഡില് മലക്കുൽ മൗത്ത് ജോലിയിലാണ്. ലോകത്തിന്റെ ഏതോ മൂലയിൽ ആരോ മരിച്ചു വീഴുകയാ. റമദാനിലെ പ്രതീക്ഷിച്ച പലരും കഴിഞ്ഞ കൊല്ലം 2026 റമദാനില് ഒന്നുകൂടി ആവശ്യത്തോടെ ഇബാദത്ത് ചെയ്യണം. കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു, പോരായ്മകൾ വന്നു, രാത്രി ഉറങ്ങിപ്പോയി, വിചാരിച്ച പോലെ സദഖകൾ ചെയ്തില്ല, വിചാരിച്ച പോലെ നിസ്കരിച്ചില്ല, നോമ്പിന്റെ പരിശുദ്ധിയെ സൂക്ഷിച്ചില്ല, അടുത്ത കൊല്ലമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നിയ്യത്ത് ചെയ്ത പലരും യാത്രയായി കൊണ്ടിരിക്കുക. ഇലാ ദാരിൽ ജസാ, ഇലാ ദാരിൽ ജസാ. റമദാൻ ഇല്ലാത്ത, അമലുകൾക്ക് അവസരമില്ലാത്ത, നോമ്പെന്ന ഏറ്റവും വലിയ ഇബാദത്തിന്റെ ഇനി അവസരമില്ലാത്ത ബർസഖെന്ന ആഖിറത്തിന്റെ ഒന്നാമത്തെ വീട്ടിലേക്ക് ഈ സെക്കൻഡിലും പലരും ലോകത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതേ മലക്കുൽ മൗത്ത് എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്കുള്ള വഴിയിലാവുന്നത്. എപ്പോഴാ വരാന്നറിയില്ല, എപ്പോഴാ പിടികൂടുകയെന്നറിയില്ല, യാത്ര എന്നായിരിക്കും എന്നറിയില്ല. ഇനിയുള്ള ദിവസം എന്റെ റബ്ബ് എന്തായിരിക്കും എന്റെ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക? പേടിയിലാണ്, ഭയപ്പാടിലാണ് സത്യവിശ്വാസികൾ. അവിടെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കണം. ആ സന്തോഷം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കണം. ഈ യാചനയോടെ വേണം ഇനിയുള്ള ദിവസങ്ങളെ കഴിച്ചുകൂട്ടാൻ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, ഏ അല്ലാഹ് റമദാനിലേക്ക് നീ ആയുസ്സിനെ നീട്ടിത്താ, കിട്ടിക്കഴിഞ്ഞാൽ ആഫിയത്തോടെ ഉപയോഗപ്പെടുത്താൻ നീ തൗഫീഖ് താ. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹു തആല തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇൻവിൽ ഖൈർ, ഇൻവിൽ ഖൈർ, നീ നന്മകൾ ചെയ്യാനുള്ള നിയ്യത്തെടുക്ക്, ദൃഢനിശ്ചയം ചെയ്യ്. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, ഞാൻ ആത്മാർത്ഥമായിട്ട് അസമ ചെയ്യാൻ ഞാൻ ചെയ്യും, ഈ റമദാനിൽ ഞാൻ കൃത്യമായി മനോഹരമായി പൂർത്തിയാക്കും, നീ എനിക്ക് താ. അദ്ദേഹം പറഞ്ഞു, മോനെ നീ എത്ര കാലം ആ നിയ്യത്തിലുണ്ടോ നീ ഖൈറിലാണ്. ഇനി അഥവാ നിനക്ക് ചെയ്യാൻ പറ്റാണ്ട് നഷ്ടപ്പെട്ടു പോയാലും നിയ്യത്തിന്റെ കൂടി അള്ളാഹു തന്നിരിക്കും. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അള്ളാഹു നസീബാക്കി തരട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, 2 ജോലി പൂർത്തിയാക്കണം. റമദാനിന്റെ പിറ കാണുന്നതിന് മുമ്പ് 2 ജോലി മനോഹരമായി പൂർത്തിയാക്കണം. പറയുന്ന എനിക്ക് വെറും പറച്ചിലല്ല, കേൾക്കുന്ന നിങ്ങൾ വെറും കേൾവിയിലല്ല. എന്റെയും നിങ്ങളുടെയും റബ്ബ് നമ്മളെ ഉള്ളറിയുന്നതാണ്. പുറമെയുള്ള വാക്കെന്ത അല്ലാഹുവിന്റെ വിഷയം, വേഷഭൂഷാദികൾ അല്ലാഹുവിന്റെ വിഷയമല്ല. സൗന്ദര്യവും സമ്പത്തും സൗകര്യവും അല്ലാഹു നോക്കുന്നേയില്ല. എന്റെയും നിങ്ങളുടെയും ഖൽബിലാണ് നോട്ടം. ആത്മാർത്ഥമായി 2 ജോലി പൂർത്തിയാക്കണം. 1, നസൂഹായ തൗബ ചെയ്യണം, ഖേദിച്ചു മടങ്ങണം, റബ്ബിന്റെ മുമ്പിൽ കരയണം, പാതിരാത്രിക്ക് എഴുന്നേറ്റ് സുജൂദിൽ കിടക്കണം, എന്നിട്ട് അല്ലാഹുവിനോട് ഇഅ്തിറാഫ് ചെയ്യണം. ഏ അല്ലാഹ്, 1 വർഷമായി ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ നിന്റെ ഓശാനം പറ്റി ഓരോ സെക്കൻഡിലും പക്ഷെ എന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അനുസരണക്കേടാ, നന്ദികേടാ, വൃത്തികേടുകളാ. നീ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. നടപടി റഹ്മാനായ റബ്ബേ നീ സ്വീകരിച്ചില്ല, മാഫ് താ അല്ലാഹ്. കടന്നിട്ട് അല്ലാഹുവോട് ചോദിക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞെന്തറിയോ? ചോദിച്ചാൽ നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, കൊടും പാതകയാലും, സെക്കൻഡുകൾ വെച്ച് നന്ദികേട് കാണിച്ചാലും നീ എന്നോട് പറ, എനിക്ക് മാപ്പാക്കി തരും. ഞാൻ നിന്നെ എന്റെ അടുത്ത ആളായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് അവസരമാണ്.
കാരണം റമദാനിന് മുമ്പുള്ള ദിവസങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന ദിവസങ്ങളാണ്. കാരണം റമദാന് വേണ്ടിയുള്ള ഒരുക്കം, റമദാൻ ആവാനുള്ള നിയ്യത്ത് ഇത് ചാൻസാണ്. നസുഹായ തൗബ, ഒരു ഭയവും വേണ്ട. നമ്മൾ ആരും പരിശുദ്ധാത്മാക്കളൊന്നുമല്ല, നമ്മൾ ആരും മാസൂമൊന്നുമല്ല. നിങ്ങൾ ആരും അങ്ങനെ പറയും വേണ്ട. മിമ്പറിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇമാം അടക്കം ഉടമസ്ഥന്റെ കോടതിയിൽ സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തേണ്ട. തെറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അടിമകളാ, മനുഷ്യരാ, ശരീരത്തുള്ളവരാ. പക്ഷെ ഞാൻ നിങ്ങളെക്കാളും അധികം റഹ്മത്തുള്ളവനാണ്. നല്ല വാക്ക്. എങ്ങനെ അള്ളാഹു നമ്മളെ ശീലിപ്പിച്ചെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വഹ്ശി വന്നു. ഖാതിലു ഹംസ. നമ്മളൊന്നും അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടത്, അത്ര കടന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഖാതിലു ഹംസ. ഉഹുദിന്റെ ഭൂമിയിൽ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെ കുത്തിക്കീറിയ വഹ്ശി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ശേഷം ശുഹദാക്കളെ പരിശോധിക്കുക. ഹംസയെ കണ്ട റസൂലുള്ളാഹി മുഖം തിരിച്ചു, കരയാൻ തുടങ്ങി. താടിയിലൂടെ കണ്ണുനീരൊഴുകി. പൃഥ്വിന്റെ വികൃതമായ ശരീരം കണ്ടിട്ട് ചോദിച്ചു, ആരായി ഇത് ചെയ്തത്? വഹ്ശിയാണ് നബിയെ. എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്ക് ഓർഡർ വന്നു. കാരണം അത്ര സങ്കടപ്പെട്ടു. വഹ്ശി നാടുവിട്ടു. കാരണം എന്താ അറിയോ? അള്ളാന്റെ റസൂലിന്റെ നാവുന്ന ഒരു കൽപ്പന കിട്ടിയാൽ സഹാബാക്കൾ നമ്മളെ പോലെയല്ല. വഹ്ശി ആ സമയത്ത് കണ്ടെങ്കിൽ അവര് വെട്ടിക്കീറി നുറുക്ക് കളയുമായിരുന്നു. കാരണം റസൂലുള്ളാഹിക്ക് അത്ര വിഷമായി. സുദീർഘമായ 9 വർഷം കഴിഞ്ഞു. വഹ്ശിയെ പിന്നെ ആരും കണ്ടില്ല. 9 വർഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവായി മക്കത്തേക്ക് തിരിച്ചു വരികയാണ്. ഫത്ഹു മക്ക. മക്കത്തെ ഖുറൈശികൾ ഓരോരുത്തരും വന്നിട്ട് പഞ്ചമിച്ച് മടക്കി റസൂലുള്ളാഹി മാപ്പ് കൊടുത്തിട്ട് വിട്ടുകൊടുക്കുക. ബിലാൽ ഇബ്നു റബാഹ് എന്ന അടിമയുടെ മനസ്സിന് തന്റെ ചങ്ങാതിയുടെ ഓർമ്മ വന്നു. എവിടെയായിരിക്കും വഹ്ശി? പരതി പിടിച്ചു. വഹ്ശി, നീ വാ, അല്ലാഹുവിന്റെ റസൂല് മാപ്പ് കൊടുക്കുക, നിനക്ക് മാപ്പുണ്ടാവും, നീ വാ. ഹംസയെ കൊന്ന് എനിക്ക് മാപ്പുണ്ടാവോ ബിലാലെ? അതിനേക്കാളും വലിയ മനുഷ്യന്മാരുടെ മാപ്പ് കിട്ടിയിട്ട് പോയിക്കൊടുക്കുക, നീ വാ. വഹ്ശി തയ്യാറായി. മുഖം ഒരു തുണി കൊണ്ട് മൂടി, വഴിയിൽ ആരും കാണാതിരിക്കാൻ. മുഖം മൂടി ആർക്കും തിരിയാതെ കണ്ണ് മാത്രം കാണിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ അന്നത്തെ കിരീടമില്ലാത്ത രാജാവിന്റെ മുന്നിൽ വന്നിരുന്നു. പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിത്തുക മുസ്ലിമൻ മുസ്തജീറൻ. ഞാൻ മുസ്ലിമായിട്ടാ വന്നിരിക്കുന്നത്, അല്ലാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ആരാണ്? അല്ലാഹു റസൂൽ ചോദിച്ചു, വന്ന നീ ആരാ? യാ റസൂലല്ലാഹ്, ഞാൻ വഹ്ശിയാണ്. ഉടനെ ഹബീബിന്റെ നാമത്തിലുള്ള ചോദ്യം, അഹുവ, എന്റെ ഹംസയെ യഹൂദിൽ വെച്ച് കൊലപ്പെടുത്തിയ വഹ്ശിയോ? 9 കൊല്ലത്തിന് ശേഷം റസൂലുള്ളാഹി മറന്നിട്ടില്ല. അത്ര സങ്കടമുണ്ട്. വഹ്ശി പറഞ്ഞു, ഞാൻ ചെയ്തു പോയി നബിയെ, എനിക്ക് കുഫ്റും ഇസ്ലാം ഒന്നും അറിയില്ല. എന്റെ യജമാനൻ പറഞ്ഞു, ഞാൻ നിന്നെ മോചിപ്പിക്കും. ഹിന്ദു പറഞ്ഞു, ഞാൻ നിനക്ക് ആഭരണങ്ങളും പൈസയും തരും. എന്റെ മുമ്പിൽ അതേ ഉള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, വഹ്ശി, നീ എനിക്കൊന്ന് പറഞ്ഞതാ, നീ എങ്ങനെയാ എന്റെ ഹംസനെ കൊന്നത്? അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും വേദനയോടെ കേട്ട ചോദ്യം ആ ചോദ്യം പറയാണ്, ഞാൻ ഉഹദിൽ എന്റെ കുന്തം, വിഷം പുരട്ടിയ കുന്തവുമായി ഹംസയുടെ പിറകിൽ പതുങ്ങി പതുങ്ങി നടന്നു. ഹംസ 2 കൈയിലും വാളേന്തിട്ട് യുദ്ധം ചെയ്യാൻ കൊടും ധീരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഒട്ടക പക്ഷികളെ മരുഭൂമി പോയിട്ട് വേട്ടയാടും. എന്നിട്ട് അതിന്റെ തൂവൽ കൊണ്ട് മാലയുണ്ടാക്കി അമ്പും വില്ലും വൈറ്റ കൈമൽ ഒട്ടകപക്ഷിന്റെ കഴുത്തും പിടിച്ച് കഅബന്റെ മുമ്പിലേക്ക് വന്നിട്ട് വേട്ടയുടെ സംഭവങ്ങൾ, കഥകൾ പറഞ്ഞിട്ട് ആവേശം കൊള്ളിക്കും ചെറുപ്പക്കാരെ. ധീരനാണ് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. അങ്ങനത്തെ ഹംസ ദുനിയാവിലില്ല. യാ റസൂലുള്ളാഹി, 2 കൈയിലെ വാള് പിടിച്ചിട്ട് ഘോരമായിട്ട് യുദ്ധം ചെയ്യാം. പിറകിലെ പാത്തും പതുങ്ങിയും ഞാനുണ്ട്. പാറക്കല്ലുകൾക്കിടയിൽ മറഞ്ഞു നിന്ന് അവസരം ഒത്തുവത്തപ്പോ എന്റെ കുന്തൻ ഞാൻ ആഞ്ഞെറിഞ്ഞു. ഹംസയുടെ അടിവരറ്റിലൂടെ കയറി പിറകിലൂടെ പുറത്തേക്ക് വന്ന് ഹംസ വീണു. ഹംസ മരിക്കുന്നവരെ ഞാൻ കാത്തിരുന്നു. കാരണം ജീവനുള്ള കിടക്കുന്ന ഹംസന്റെ അടുത്ത് പോവാൻ എനിക്ക് ധൈര്യമില്ല. അങ്ങനത്തെ മനുഷ്യനായിരുന്നു ഇസ്ലാമിനെ. നമ്മളെ പോലത്തെ അഞ്ഞാമുഞ്ഞ അവസരം കിട്ടുമ്പോ മാത്രം തീരുള്ള ആളല്ല ഹംസ. കിടക്കുന്ന കുന്തത്തിൽ കുത്തിക്കിടക്കുന്ന ഹംസന്റെ അടുത്ത് പോകാൻ വഹ്ശിക്ക് ഭയം. മരിക്കാൻ ഞാൻ കാത്തിരുന്നു.
മരിച്ചപ്പോ ഞാൻ പോയി കുന്തം വലിച്ചൂരി, നെഞ്ചകം കുത്തി പിളർന്നു. ദേഷ്യം തീർക്കാനല്ല, എന്റെ യജമാനെ സന്തോഷിപ്പിക്കാൻ, എനിക്ക് കിട്ടാവുന്ന പണവും പൊന്നും കിട്ടാൻ. ബിലാൽ വഹ്ശിനെ തോണ്ടി, വഹ്ശി നീ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, കണ്ണുകൾ ചുവന്ന് നിറഞ്ഞൊഴുകുകയാ ഹംസയെ കുറിച്ചുള്ള ഓർമ്മയിൽ. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട മടക്കേക്കാരെ, ഏ വഹ്ശി, എന്റെ മനസ്സിനെ നോവിപ്പിച്ച പാതകമാണ് നീ ചെയ്തത്. പക്ഷെ നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തന്നിരിക്കുകയാ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. റസൂലുള്ളാഹി ഓതിക്കൊടുത്തു വഹ്ശിക്ക്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തോട് ദുൽമ കാണിച്ച അടിമകളെ, ഒരു നിരാശയും വേണ്ട, എന്റെ ദർബാറിലേക്ക് വാ. വഹ്ശിക്ക് പുറത്തു കൊടുത്ത പോലെ ഞാൻ നിൽക്കും കൂട്ടി. ആണ് സ്വർഗത്തിൽ ഹംസയുണ്ട്, കൊന്നു കൊലപിടിച്ച വഹ്ശിയുണ്ട്, ഒരേപോലെ. എങ്ങനെയാ പ്രിയപ്പെട്ടവരാ റബ്ബിനോട് ചോദിക്കാൻ മാഫൂല? ലാ തഖ്നതു, നിരാശ പാടയിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശൈത്താൻ പറയും ചിലപ്പം, എടാ നിനക്കൊന്നും മാപ്പൂട്ടില്ല, നീ എന്ത് തെറ്റ് ചെയ്ത് കൂട്ടുന്നു, ഓരോ ദിവസവും കൃത്യക്കേട്, നീയാ മാപ്പൊഴിക്കാൻ പോകുന്നു. ശൈത്താൻ റബ്ബ് പറഞ്ഞെന്താ അറിയോ? ലാ തഖ്നതു, ഏ നബിയെ പറയണ്ട അടിമകളോട് നിരാശരാവണ്ടാന്ന്, എന്റെ ദർബാർ വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവണ്ടാന്ന്. നബി ഇബാദി, എന്റെ അടിമകൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്ക് നബിയെ, അന്നീ അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണെന്ന്. ഒരു നിരാശയും വേണ്ട, എടുത്തു പറഞ്ഞോളി. എല്ലാ റമദാനിന് മുമ്പ് നീ എന്നെ പൊന്നുപോലെ ആക്കണം. അള്ളാഹോട് അങ്ങനെ തന്നെ വർത്താനം പറയണം. എന്നെ അടിക്കാനും ഒട്ടിക്കാനും കുത്താനും നിൽക്കുന്ന രാക്ഷസനോട് പറയും പോലെ അല്ല. മഅദല്ലാഹ് ഗഫൂറും റഹീമും അല്ലാഹു സ്വയം വിശേഷിപ്പിച്ചതാണ്. അവരോട് പറയണം, റമദാൻ ആകുമ്പോഴേക്കും എന്നെ പൊന്നുപോലെ മുത്തുപോലെ കടഞ്ഞെടുക്കണം, ഞാൻ നിർത്താൻ തയ്യാറാണ്. റമദാനിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലി. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു, കാന ഖൗമുൻ മിനൽ മുശ്രികീൻ, മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ഖതലു ഫഅക്തറു, ഒരുപാട് കൊലപാതകം ചെയ്തു. വസനൗ ഫഅക്തറു, വ്യഭിചാരം ചെയ്തു. ഫഅക്തറു, ഒരുപാട്. ഇതെന്നാ ഒരു പണി? കൊലപാതകം ചെയ്യുക, വ്യഭിചാരം ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ പിടിച്ചു പറിക്കുക, മറ്റുള്ളവരെ മോശമാക്കുക. ഫഅക്തറു ഫഖാലു ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സമയം അതിലേക്ക് വേദനയായി, ടെൻഷനായി, ഇവർ കേട്ടുകൊടുക്കല്ലേ. അവർ വന്നു, അതിന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ തദ്ഉ ഇലൈഹി ലഹസൻ, നിങ്ങൾ നമ്മളെ വിളിക്കുന്ന ഈ തീരുണ്ടല്ലോ നല്ലതാണ്, വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഭയം എന്താണെന്നറിയോ? നമ്മൾ കൊലപാതകവും സിനയും അതും ഇതും ഒരുപാട് ചെയ്ത വെറും പാപികളാൽ നമ്മളെക്കാൾ സ്വീകരിക്കുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നത് കേട്ടുകൊടുക്കുമ്പോൾ വന്ന് ജിബ്രീൽ ഓതിക്കൊടുത്തു, നബിയേ ഖുൽ ഖുൽ, നിങ്ങൾ അവരോട് പറ, യാ ഇബാദി, സിനയും കൊലപാതകവും ചെയ്ത് പാപികളായി വന്ന അവരെ അല്ലാഹു വിളിച്ചത് യാ ഇബാദി. അതൊന്നും ചെയ്യാത്ത നമ്മളെ പിന്നെ അല്ലാഹു എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? യാ ഇബാദി, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ഒരു നിരാശയും വേണ്ടാന്ന് പറ, എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനസ് സഅദ, ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ജീവിത വിജയത്തിൽപ്പെട്ടതാണ് അയ്യുഖീലല്ലാഹു ഉംറൽ മർഇ, ഒരാൾക്ക് ആയുസ്സ അല്ലാഹു നീട്ടിക്കൊടുക്കുക, ഫിദ്ദാഅ, അനുസരണയിലായിക്കൊണ്ട്, വയർസുഖുൽ ഇനാബ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കാനുള്ള തൗഫീഖ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള നല്ലതാണെങ്കിലും തെറ്റുപറ്റും, പക്ഷേ ഇനാബത്തുണ്ടായിക്കൊണ്ടിരിക്കും, മടങ്ങിക്കൊണ്ടേയിരിക്കും. അത് അവന്റെ വിജയത്തിൽപ്പെട്ടതാണ്. വഇന്ന മിനശ് ശഖാവ, പരാജയം എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ പരാജയം എന്താണെന്നറിയോ? അവന് അയ്യഅമലൽ മർഉ, ഒരുപാട് നന്മകൾ ചെയ്യും, വയുഅജബു ബിഅമലി, എന്നിട്ട് ആ നന്മകൾ എനിക്കുണ്ട്, അവിടെ എന്നെ റബ്ബൊന്നും ആക്കൂല എന്ന് സമാധാനത്തോടെ ഇരിക്കും. ഇത് പരാജയത്തിന്റെ ലക്ഷണമാണ്. നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, ഖുർആനുണ്ട്, ദിക്റുണ്ട്, അവിടെ എന്നൊന്നും ചെയ്യൂല, എല്ലാം ഉണ്ട്. എന്നാലും അനീബു ഇലാ റബ്ബിക്കും, റബ്ബിന്റെ അടുക്കലേക്ക് വിനയാനിതരാവുക.
ഇനി തൗബ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും തെറ്റ് വന്നാലോ? മനുഷ്യന്മാരല്ലേ, നമ്മളെ മാഹോൽ അങ്ങനെയല്ലേ? നമ്മളെ സൃഷ്ടിച്ച റബ്ബിനത് അറിയാലോ, നമ്മളങ്ങനെ ചെയ്യുമെന്നറിയാലോ. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله. ഒരു സഹാബി നബ്ഹാൻ അത്തമ്മാർ ഈത്തപ്പഴ കച്ചവടക്കാരനാണ്. അബൂ മുഖ്ബിൽ എന്ന അദ്ദേഹത്തിന്റെ വിളിപ്പ്. ആ സഹാബി കച്ചവടം ചെയ്ത് കൊടുക്കുക. ഒരു സ്ത്രീ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വന്നു. ഇമ്രഅത്തുൻ ഹസന, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്. ഫദമ്മഹ ഇലാ നഫ്സിഹി വഖബ്ബലഹ. മനുഷ്യരല്ലേ, സഹാബി മനുഷ്യന്മാരല്ലേ. ഈ സൗന്ദര്യമുള്ള പെണ്ണെ കണ്ടപ്പോൾ അയാള് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു. പെട്ടെന്ന് കുതിരി മാറി. പെട്ടെന്ന് അള്ളാന്റെ ഓർമ്മ വന്നു. ടെൻഷനായി, ആകെ വിഷമായി. ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്താ ചെയ്യേണ്ടത്? തെറ്റുപറ്റിപ്പോയി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിന്റെ വേദന കേട്ടുകൊണ്ടിരിക്കുമ്പം ജിബ്രീൽ വന്നു. നബിയെ പറഞ്ഞു കൊടുക്കുക, ഇദാ ഫഅലു ഫാഹിഷ, എന്റെ അടിമ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ, സ്വന്തം നഫ്സിനോട് എന്തെങ്കിലും ദുൽമ ചെയ്ത് ഇതേപോലെ അബദ്ധത്തിൽ ചാടി തെറ്റുകൾ വന്നുപോയി, പെട്ടെന്ന് തന്നെ എന്റെ ഓർമ്മ എന്റെ അടിമക്ക് വന്നു. എന്റെ റബ്ബുണ്ട്, എന്നെ ശിക്ഷിച്ചു കളയും. ഇത്രയും എന്നെ അനുഗ്രഹിച്ച ഓരോ സെക്കൻഡ് എനിക്ക് ആരോഗ്യവും അതും ഇതും ഒക്കെ തന്നെ എന്റെ റബ്ബിനോട് കുരുത്തക്കേട് കാണിച്ചു പോയല്ലോ. അപ്പൊ തന്നെ പറഞ്ഞു, അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ മാപ്പാക്കി തരാ. അല്ലാഹു പറഞ്ഞറിയോ, ഓടാ, ഇന്നും തെറ്റ്, നാളെയും തെറ്റ്, പിന്നെയും തെറ്റ്, ഇവരിങ്ങനെ വന്ന് യാചിച്ചോണ്ടിരിക്കുക. അല്ലാഹു ചോദിച്ചറിയോ, എന്റെ അടിയാറുകളെ അല്ലാഹു വല്ലാണ്ട് വേറെ നിങ്ങൾക്ക് മാപ്പാക്കി തരാം. ഇവ ഞാൻ പുറത്തരാൻ തയ്യാറാണ്. എല്ലാരും ചോദ്യം ചെയ്യൂല. കൊലപാതകി, കഞ്ചാവടിയൻ, ആട്ടുകാരെ പുറത്താക്കി, വീട്ടുകാരെ പുറത്താക്കി, ഉമ്മവരെ പുറത്താക്കി. പക്ഷെ അന്ന് പറയാൻ ഞാൻ പുറത്താക്കൂല, ഞാൻ പുറത്താക്കൂല. അല്ലാണ്ട് വേറെ ആരുണ്ട് നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കി തരാൻ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യുദ്രിബു ദബ്ബൻ, ഒരടിമ ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താ? ഈ അടിമ എന്ന് പറയുന്നത് മുസ്ലിമിനെ പറ്റിയല്ലേ, സഹാബത്തിനോടല്ലേ പറയുന്നത്. തെറ്റ് വരും, ആർക്കാരും സംഭവിച്ചു പോവാം. പക്ഷേ പെട്ടെന്ന് ഓർമ്മ വന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ തെറ്റ് ചെയ്യുമ്പോ പെട്ടെന്ന് അള്ളാന് ഓർമ്മ വരണമെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയോ? അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കണം. ക്ലാസ് കേൾക്കുക, ഖുതുബ കേൾക്കുക, ഖുർആൻ ഓതുക, ഖുർആന്റെ പരിഭാഷ വായിക്കുക, നല്ല ചങ്ങാതിമാരെ ഉണ്ടാക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗം. ഇല്ലാത്തവന് ഓർമ്മ വരൂല. ഓർമ്മ വരുന്നില്ലെങ്കിൽ അവന്റെ കാര്യം അപകടമാണ്. പക്ഷെ ഇവൻ അള്ളാന്റെ ഓർമ്മയായി. അപ്പൊ തന്നെ പോയിട്ട് വുദൂ ചെയ്തു. രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാനോട് മാപ്പ് ചോദിച്ചു. അള്ളാഹു പുറത്തു. റമദാനിന്റെ മുമ്പുള്ള ശഅബാന്റെ ലാസ്റ്റ് ദിവസങ്ങൾ വുദൂ ചെയ്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ച് കരയാനുള്ള ദിവസങ്ങളാണ്. അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളി പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ പരിശുദ്ധ റമദാൻ വരും, അതങ്ങനെ പോവുകയും ചെയ്യും. പക്ഷേ നാളെ ആഖിറത്തിൽ നമ്മൾ കൈകടിച്ച് കരയും. ചില ഉലമാക്കൾ ഇമാം ഖുർതുബി റഹിമഹുല്ലാഹു തആല ഉദ്ധരിച്ചതായിട്ട് കാണാം. വയുഹുവ അന്ന ഇബ്ലീസ ബക ഹീന നസലത് ഹാദിഹി ആയ. എന്റെ അടിമകൾ തെറ്റ് ചെയ്തു, എന്നെ ഓർത്തു, പിന്നെ പാപമോചനം തേടി, അപ്പൊ ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞുകൊണ്ട് ഓടുകയുണ്ടായി. കാരണം അവന്റെ പ്രതീക്ഷ മുഴുവൻ നശിച്ചു. എന്ത് ചെയ്താലും ഞാൻ മാപ്പ് കൊടുത്തോളാം. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വഅദ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്തെല്ലാം ചെയ്യും, കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എത്രയാ ഉള്ളതെന്ന് അറിയില്ല. ഉള്ളതിനെ മനോഹരമാക്കണം. അതിനുള്ള വഴി റഹ്മാനായ റബ്ബിന്റെ ദർബാറിലേക്ക് യാചിച്ച് കണ്ണുനീരുമാക്കിയിട്ട് പോകാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم.
الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മളുടെയും നമ്മുടെ റബ്ബായ അള്ളാഹുവിന്റെയും ഇടയിലുള്ള ഇടപാടുകളെ പറ്റിയാണ്. അതാണ് അള്ളാഹു മാപ്പാക്കി തരാന്ന് പറഞ്ഞത്. പക്ഷെ അടിമകളുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഈ വാദയില്ല. അടിമകളുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ തെറി വിളിക്കുക, ദേഷ്യം പിടിക്കുക, പൈസ കക്കുക, അപഹരിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, ചീത്ത പറയുക, വേദനിപ്പിക്കുക, തുരുമ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലാഹി അവൻ നമുക്ക് മാപ്പ് തരാതെ അള്ളാഹു മാപ്പാക്കി തരില്ല. നഷ്ടമായി പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കാരം കാണിച്ചിരിക്കൊന്നും വേണ്ട. ഞാനെന്തോ സംഭവമാണെന്നൊന്നും ആരുടെ മുമ്പിലും കാണിക്കണ്ട. എനിക്കൊരു കാര്യമില്ല. ഓനിങ്ങോട്ട് വരട്ടെ, ഓനെന്നോട് ചോദിക്കട്ടെ, ഓനെന്നെ വിളിക്കട്ടെ, അതിനൊന്നും നിൽക്കണ്ട. മാപ്പ് വേണമെങ്കിൽ പോയിട്ട് മാപ്പ് ചോദിച്ചോളി. രക്ഷപ്പെടണമെങ്കിൽ പോയിട്ട് മാപ്പ് ചോദിച്ചോളി. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ഇന്നക അൻതൽഖ അല്ലാഹ അസ്സ വജല്ല ബി70 ദംബൻ ഫീമാ ബൈനക വബൈന. നിന്റെയും അള്ളാന്റെയും ഇടയിലുള്ള ഹക്കുകളിൽ 70ഓളം പാപങ്ങളുമായി നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് നിനക്ക് നല്ലത്. മിൻ അൻ തൽഖാഹു ബിദംബിൻ വാഹിദിൻ ഫീമാ ബൈനക വബൈനൽ ഇബാദത്ത്. നിന്റെയും അടിമകളുടെയും ഇടയിലുള്ള കടപ്പാടുകളുമായി ബന്ധപ്പെട്ട ഒരു പാപവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ അള്ളാഹുടെ പാടമെല്ലാം ഉപാധി. പക്ഷെ നിന്റെ ചങ്ങാതി നീ ചതിച്ചത് ഇല്ല, നീ നിന്റെ ചങ്ങാതിനെ വിളിക്കുക. അയാൾ മാപ്പ് തന്നാൽ ഞാൻ നിനക്ക് മാപ്പ് തരാം, ഇല്ലേ നീ അനുഭവിച്ചേ പറ്റും. എന്തായിരിക്കും അനുഭവിക്കേണ്ടി വരിക? അള്ളാഹു പറഞ്ഞേ. നരകത്തെ പറ്റി അള്ളാഹു പറഞ്ഞെന്താ അറിയോ? നിങ്ങളെയും മുൻഗാമികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണത്. അന്ന് നരകത്തിൽ നിന്നൊരു തീനാളം പുറത്തേക്ക് വരാനുണ്ട്. എന്നതിന്റെ കോലം നിങ്ങൾ കൊട്ടാരങ്ങൾ കണ്ടിട്ടേ, വലിയ വലിയ മാളികകൾ, പ്രഭുക്കന്മാരുടെ രാജാക്കന്മാരുടെ ആ വലുപ്പത്തിലുള്ള തീനാളം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഖുർആനാണ്. ചിലപ്പോ എന്തായാലും കഥ അറിയോ? എല്ലാം ഒക്കെ ഉണ്ടാവും. മടക്കിയതിലുള്ള ഏതോ ഒരു ചങ്ങാതിനോട് ചിലപ്പോൾ തെറി വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പണമിടപാട് ബാക്കിയുണ്ടാവും, എന്തെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമീമത്തുമായി നടന്നിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലിഅഖി. നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും ഇടപാടിൽ ദുനിയാവിൽ ബാക്കിയുണ്ടെങ്കിൽ, മദ്ലിമ എന്ന് പറഞ്ഞാൽ അക്രമം, തെറി പറഞ്ഞതോ ഗീബത്ത് പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിൻഹാ, എത്രയും പെട്ടെന്ന് അവനെ കണ്ട് ഹലാലാക്കി അവനോട് മാപ്പ് ചോദിച്ചിട്ട് പൊരുത്തപ്പെട്ടിരിച്ചോളി. ഫഇന്നഹു, എന്താ കാര്യം എന്നറിയോ? ലൈസ സുമ്മ, പിന്നീട് ഉപയോഗപ്പെടൂല, ദീനാറുൻ വലാ ദിർഹം, ദീനാറുൻ വലാ ദിർഹം, സ്വർണ്ണ നാണയം, വെള്ളി നാണയം, ഇതൊന്നും കൊടുത്തിട്ട് മഹ്ശറിൽ രക്ഷപ്പെടാൻ പറ്റൂല. ഇവിടെ നിന്നൊരു വാക്കേ പോവുള്ളൂ, പക്ഷെ ആഖിറത്തിൽ കഷ്ടപ്പെട്ടു പോകും. മിൻ ഖബ്ലി അൻ യുഖദ ലിഅഖീഹി മിൻ ഹസനാതി. അല്ലെങ്കിൽ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ചെയ്ത നന്മകൾ ആരാണോ പരാതിക്കാരൻ ഓന് കൊടുക്കാൻ തുടങ്ങും. ഇവന്റെ നന്മ തീർന്നാലോ അവന്റെ തിന്മകൾ ഇവന്റെ മേൽ ചാർത്തും ചെയ്യും. സ്വർഗത്തിലേക്ക് പോകാൻ വന്നവൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇനി സമയമൊന്നുമില്ല, കിബിർ കാണിക്കാൻ നമുക്ക് സമയമില്ല. വിട്ടുവീഴ്ച ചെയ്യുക, മറ്റുള്ളവർക്കുണ്ടെങ്കിൽ മാപ്പാക്കി കൊടുക്കുക, അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് മാപ്പ് ചോദിക്കുക, ക്ലിയർ ആക്കുക. എന്നാലേ തോബ അല്ലാഹു സ്വീകരിക്കും. പാപങ്ങളിൽ നിന്ന് മുക്തരായി ഹൃദയം കഴുകി ശുദ്ധിയാക്കി പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കണം. മനോഹരമായിരിക്കും അതിന്റെ ഭംഗിയും അതിന്റെ ആനന്ദവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള. ഒന്ന്, വരുന്ന 11-ാം തീയതി
നാപ്പൂക്കിലുള്ള പുതിയ സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനമാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കും. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ക്ലാസുകളും ദർസുകളും ഒക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കിഡ്നിയിൽ സ്റ്റോണായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ സന്തോഷം പങ്കുവെക്കുക. മനുഷ്യന്മാരോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നില്ല റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ 2-3 ചങ്ങന്മാരെ വിവരം അറിയിച്ചു. അധികമൊന്നും ആരും അറിയില്ല. അവർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. അവർ സഹായിച്ചു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം എനിക്ക് അയാള് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ജസാക്കല്ലാഹു ഖൈറൻ. അത് അയാളുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം അത്ര പാവാണ്. ജസാക്കല്ലാഹു ഖൈറൻ. പിന്നെ ഒരു കരയുന്ന ചിഹ്നവും. ഞാനത് കണ്ടിട്ട് എന്റെ കണ്ണു നിറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി തരട്ടെ. അതേപോലത്തെ ബുദ്ധിമുട്ട്, പ്രയാസ രോഗങ്ങളൊന്നും ഇല്ലാണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മുഅ്മിനിന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ആശ്വാസവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ജോലി ദുനിയാവിൽ പറഞ്ഞില്ല. ഒരു മുസ്ലിമിന്റെ മനസ്സിന്റെ ഭാരം 10-55,000 രൂപ ഒറ്റയടിക്ക് അയാൾക്ക് ഹോസ്പിറ്റൽ കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഞാൻ മെസ്സേജ് അറിയിച്ചു 2-3 ആൾക്കാരോട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചങ്ങാതിന്റെ മകൻ ഇന്നലെ രാത്രി വീണ് ഗ്ലാസ് പൊട്ടി കയ്യും കണ്ണും ഒക്കെ മുറിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കോഴിക്കോട്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പൂർണ്ണ ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് അള്ളാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നുമില്ലാതെ, രോഗങ്ങളില്ലാതെ, സമാധാനമില്ലാത്തൊരു അവസ്ഥകൾ വരാതെ അള്ളാഹു നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ. അവരിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാൻ, ചെയ്തു പോയതിനെ പറ്റി ഓർത്ത് അള്ളാഹിന്റെ മുമ്പിൽ കരയാൻ, പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കാൻ, അങ്ങനെ നല്ലവരായി ആ നല്ല മാസത്തെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.